നമസ്കാരം. ഡിവൈൻ വർഷിപ്പ് ബൈ ലക്ഷ്മിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നത് പൗർണമി തിഥിയിൽ ചെയ്യുന്ന ഒരു ദീപ വഴിപാടിനെ കുറിച്ചാണ്. ഇത് ഏത് പൗർണമിയും ചെയ്യാമെന്ന് പറഞ്ഞാൽ എല്ലാ മാസവും പൗർണമി വരാറുണ്ട്. അതിൽ ഏത് പൗർണമിയിൽ വേണമെങ്കിലും ഇത് തുടങ്ങാവുന്നതാണ്. എത്ര പൗർണമിയിൽ ചെയ്യണം എന്ന് പറഞ്ഞാൽ നമുക്ക് റിസൾട്ട് കിട്ടുന്നത് വരെ ചെയ്യാവുന്നതാണ്. ചിലർക്ക് ഒരേ ഒരു പൗർണമിയിൽ ഈ ഒരു ദീപ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ റിസൾട്ട് കിട്ടാറുണ്ട്. ഇനിയിപ്പോൾ ആദ്യത്തെ പൗർണമിയിൽ റിസൾട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ 3 പൗർണമിയിൽ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടാണെങ്കിൽ 5 പൗർണമിയിൽ ഈ ഒരു ദീപ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കാവുന്നതാണ്. എത്ര വലിയ ബുദ്ധിമുട്ടാണെങ്കിലും എത്ര വലിയ കഷ്ടപ്പാടാണെങ്കിലും അതെല്ലാം മാറി നമുക്ക് യോഗങ്ങൾ നൽകുന്ന ഒരു ദീപ വഴിപാട് കൂടിയാണ് ഇത്. ഇനി ഇതിനായിട്ട് എന്തൊക്കെയാണ് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് കുങ്കുമം വേണം. അതുപോലെ തന്നെ 5 മൺചിരാത് വേണം. മൺചിരാതിൽ ഒഴിക്കാൻ കുറച്ച് നെയ്യ് വേണം. പിന്നെ കുറച്ച് കല്ലുപ്പ് വേണം. ഇത്രയും മാത്രമേ ഈ ഒരു ദീപ വഴിപാടിന് ആവശ്യമായിട്ടുള്ളൂ. ഇതിന് പ്രത്യേകമായ സമയമുണ്ട്, ചൊല്ലേണ്ട ഒരു നാമവുമുണ്ട്. അതെന്താണെന്ന് നോക്കുന്നതിന് മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ചാനലിൽ മെമ്പേഴ്സ് ആകാൻ ആഗ്രഹമുള്ളവർക്ക് ജോയിൻ ബട്ടണിൽ പ്രസ് ചെയ്ത് മെമ്പേഴ്സ് ആകാവുന്നതാണ്. മെമ്പേഴ്സ് ഉള്ള വീഡിയോയിൽ ഞാൻ എൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇത് ഏതൊരു പൗർണമിയിലും ചെയ്യാവുന്നതാണ്. സമയം എന്ന് പറയുന്നത് ബ്രഹ്മമുഹൂർത്ത സമയമാണ് ഏറ്റവും നല്ലത്. ബ്രഹ്മമുഹൂർത്ത സമയത്ത് ചെയ്യാൻ പറ്റാത്തവർക്ക് സെക്കൻഡ് ഓപ്ഷനായിട്ട് ഒരു സമയം കൂടിയുണ്ട്. അത് സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപായിട്ടുള്ള 1 മണിക്കൂർ സമയമാണ്. അതായത് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുന്നത് സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപായിട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾ എവിടെയാണോ താമസിക്കുന്നത് അവിടെ സൺസെറ്റ് ടൈം നോക്കുക. അതിന് 1 മണിക്കൂർ മുൻപായിട്ട് ഇത് ചെയ്യാവുന്നതാണ്. ഏറ്റവും നല്ല പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്നത് ബ്രഹ്മമുഹൂർത്തത്തിൽ ചെയ്യുമ്പോഴാണ്. ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുമ്പോൾ രാവിലെ 5:30 മുൻപായിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഓരോ സ്ഥലങ്ങളിലും ബ്രഹ്മമുഹൂർത്തം കുറച്ച് വ്യത്യാസമായിരിക്കും സൂര്യൻ ഉദിക്കുന്നതിനനുസരിച്ച്. എന്നിരുന്നാലും കോമൺ ആയിട്ട് 5:30 മുൻപായി തന്നെ ഈ ഒരു കാര്യം ചെയ്യാൻ ശ്രമിച്ചാൽ മതി. അതായത് ഒരു 5 മണിക്കൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇനി 4:30 ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ അതും വളരെ വളരെ നല്ലതാണ്. അത് എങ്ങനെയാണോ ചെയ്യാൻ സാധിക്കുന്നത് അതിനനുസരിച്ച് ചെയ്യുക. രാവിലെ 5:30 മുൻപായി തന്നെ ഈ ദീപം കൊളുത്തി കഴിഞ്ഞിരിക്കണം. ഇനിയിപ്പോൾ അടുത്തൊരു സംശയം, നമ്മൾ ഏത് ദൈവത്തിനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നുള്ളതാണ്. പൗർണമി എന്ന് പറയുമ്പോൾ പൂർണ്ണ ചന്ദ്രനോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പൂജാമുറിയിൽ ഇരുന്ന് നമുക്ക് ഈ ദീപ വഴിപാട് ചെയ്യാം. ബ്രഹ്മമുഹൂർത്ത സമയത്ത് വീടിന് പുറത്തൊന്നും പോയിരുന്ന് ചെയ്യേണ്ട ആവശ്യമില്ല. പൂജാമുറിയിൽ സാധാരണ നിലവിളക്ക് കൊളുത്തിയിട്ട് ചെയ്യാവുന്നതാണ്. ആദ്യം തന്നെ നമ്മൾ പ്രപഞ്ചത്തിനോടാണ് പ്രാർത്ഥിക്കുന്നത്. ഏത് കാര്യം നടക്കണമോ അത് പ്രപഞ്ചത്തിനോട് പ്രാർത്ഥിച്ചാൽ നടന്നിരിക്കുമെന്നുള്ളതാണ്. പൗർണമി തിഥിയിൽ നമ്മൾ മഹാവിഷ്ണുവിനോടും ശിവനോടും അതുപോലെ ദേവിയോടും ഒക്കെ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ട ദൈവം ആരാണോ ആ ദേവനോട് പ്രാർത്ഥിക്കാവുന്നതാണ്. ദേവിയോടാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ ദേവിയോട് പ്രാർത്ഥിക്കാം. മഹാദേവനോടാണെങ്കിൽ മഹാദേവനോട്, അല്ലെങ്കിൽ കൃഷ്ണനോട്, നിങ്ങളുടെ ഇഷ്ട ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യം നമുക്ക് കുങ്കുമമാണ് എടുക്കേണ്ടത്. വളരെ കുറച്ച് കുങ്കുമം മതി. നല്ല റെഡ് കളറിലുള്ള, മെറൂൺ കളറിലെ കുങ്കുമമല്ല, റെഡ് കളറിലുള്ള കുങ്കുമം വേണം എടുക്കേണ്ടത്. അതിൽ കുറച്ച് ശുദ്ധമായ ജലം ഒഴിച്ചാൽ മതി. ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കുങ്കുമം കൊണ്ട് ഒരു സർക്കിൾ വരയ്ക്കണം. പൂജാമുറിയിൽ സ്ലാബ് ഉള്ളവരാണെങ്കിൽ സ്ലാബിന് പുറത്ത് വരയ്ക്കാവുന്നതാണ്. അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഒരു പീഠം എടുത്ത് പീഠത്തിന് പുറത്ത് വരയ്ക്കാം. അല്ലെങ്കിൽ ഒരു ബ്രാസ് പ്ലേറ്റ് എടുത്ത് ബ്രാസ് പ്ലേറ്റിൽ വരയ്ക്കാം. ഇനി ഇതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു A4 ഷീറ്റ് എടുക്കുക. അതിന് പുറത്തായിട്ട് നല്ല വലിയൊരു റൗണ്ട് വേണം, ഒരു വലിയൊരു സർക്കിൾ വേണം വരയ്ക്കേണ്ടത്. ഈ സർക്കിൾ വരയ്ക്കുന്നത് കുങ്കുമം കൊണ്ടായിരിക്കണം വരയ്ക്കേണ്ടത്. നല്ല ഷേപ്പിൽ വേണം. സർക്കിൾ എന്ന് പറയുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടൊരു സർക്കിൾ വരയ്ക്കുക. ഈ കുങ്കുമം നമ്മൾ ശുദ്ധമായ ജലമൊഴിച്ച് മിക്സ് ചെയ്യാൻ തുടങ്ങുമ്പോൾ മുതൽ നമ്മൾ ചൊല്ലേണ്ട ഒരു നാമമുണ്ട്. അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഈ ഒരു നാമമാണ് നമ്മുടെ കഷ്ടങ്ങളെല്ലാം മാറ്റി നമുക്ക് യോഗങ്ങൾ നൽകുന്നത്. അതുകൊണ്ട് കുങ്കുമം കയ്യിലെടുത്ത് അതിലേക്ക് ജലമൊഴിച്ച് മിക്സ് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ ഈ നാമം ചൊല്ലണം. ഈ നാമം ഒരു 2-3 വട്ടം ചൊല്ലി കാണാതെ പഠിച്ചിട്ട് ചൊല്ലിയാൽ മതി. വളരെ സിമ്പിളായിട്ടുള്ളൊരു നാമമാണ്.
ഹരി ഓം യോഗചന്ദ്ര പ്രചോദയാത്. ഹരി ഓം യോഗചന്ദ്ര പ്രചോദയാത് ഞാനിവിടെ എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു നാമം ചൊല്ലിക്കൊണ്ട് വേണം ആ ഒരു സർക്കിൾ വരയ്ക്കേണ്ടത്. അപ്പോൾ സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ ഏതിലൊക്കെ സർക്കിൾ വരയ്ക്കാമെന്ന് ഞാൻ പറഞ്ഞു. കുറച്ച് വലിയൊരു സർക്കിൾ തന്നെ വരയ്ക്കണം. സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ ആദ്യം നമുക്കൊരു ബ്രാസ് പ്ലേറ്റ് എടുത്തിട്ട് അതിൽ നിറയെ കല്ലുപ്പിടാം. ഒരുപാട് നിറയെ വേണ്ട, കുറച്ച്, അതായത് ആ ഒരു പ്ലേറ്റ് നിറയുന്നതിന് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള കല്ലുപ്പ് മതി. അത് ഇടുക. ഇനി മൺപാത്രമൊക്കെ ഉണ്ടെങ്കിൽ മൺപാത്രമായാലും മതി. നമ്മൾ ഉപ്പ് ദീപം കൊളുത്തുമ്പോൾ ഉപ്പിടാനായിട്ടൊരു മൺപാത്രം ഉണ്ടെങ്കിൽ അതായാലും മതി. ഇനിയിപ്പോൾ അതില്ലാത്തവർക്ക് ബ്രാസ് പ്ലേറ്റ് എടുത്താൽ മതി. അപ്പോൾ ഈ സർക്കിൾ വരച്ചതിന് പുറത്താണ് നമ്മൾ ഈ ബ്രാസ് പ്ലേറ്റ് വയ്ക്കുന്നത്. അപ്പോൾ മറ്റൊരു പ്ലേറ്റിലാണ് സർക്കിൾ വരച്ചതെങ്കിലും അതിന് പുറത്ത് മറ്റൊരു പ്ലേറ്റ് വെച്ച് വേണം ഉപ്പിടേണ്ടത്. ഇനി നമുക്ക് 5 മൺചിരാതെടുത്ത് അതിൽ നെയ്യ് ഒഴിച്ച് ദീപം കൊളുത്താവുന്നതാണ്. അതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് 5 ഡയറക്ഷൻ പുറത്തേക്കാണ് കൊളുത്തി വെക്കുന്നത്, അകത്തേക്കല്ല. 5 മൺചിരാതം പുറത്തേക്ക് 5 ഭാഗങ്ങളിലേക്ക് കൊളുത്തി വെക്കാവുന്നതാണ്. വാരാഹി ദേവിക്ക് പഞ്ചദീപം കൊളുത്തുമ്പോൾ 5 ദീപങ്ങൾ കൊളുത്തി ഒരു പ്ലേറ്റിൽ വെച്ച് പുറത്തേക്ക് 5 ഡയറക്ഷനുകളിലേക്ക് വെക്കുന്നത് പോലെ ചെയ്താൽ മതി. ആദ്യത്തെ ദീപം ഈസ്റ്റിലേക്ക് നോക്കി വെക്കുക. ബാക്കിയുള്ളത് അതിനനുസരിച്ച് അറേഞ്ച് ചെയ്ത് വെച്ചാൽ മതി. ഇന്ന ഡയറക്ഷനിലേക്ക് തന്നെ വേണം എന്നൊന്നുമില്ല. ഒരു ദീപം ഈസ്റ്റിലേക്ക് നോക്കി വെക്കുക, അതിനനുസരിച്ച് മറ്റ് ദീപങ്ങൾ കൂടി വെച്ചാൽ മതി. അപ്പോൾ ആ കല്ലുപ്പിന് മുകളിലാണ് ഈ 5 ദീപങ്ങളും ഇരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ചെയ്യുമ്പോൾ നമ്മൾ ചൊല്ലേണ്ട നാമത്തിനാണ് അവിടെ ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ളത്. ഹരി ഓം യോഗചന്ദ്ര പ്രചോദയാത്. അതിനുശേഷം ദീപം കൊളുത്തിയതിനു ശേഷം 1 മിനിറ്റോ 2 മിനിറ്റോ ഈ നാമം അവിടെ ഇരുന്ന് ചൊല്ലാവുന്നതാണ്. കൗണ്ടിങ് ഒന്നുമില്ല. 1 മിനിറ്റ് മാത്രമേ സമയമുള്ളൂ എന്നുണ്ടെങ്കിൽ 1 മിനിറ്റ് ചൊല്ലിയാൽ മതി. നമുക്ക് ഈ ഒരു കാര്യം മൊത്തം ചെയ്യാൻ 15 മിനിറ്റിൽ കൂടുതൽ ആവശ്യമില്ല. ആദ്യം തന്നെ നമ്മുടെ വീട്ടിലെ നിലവിളക്കെല്ലാം കൊളുത്തിയതിനു ശേഷം നമ്മൾ ഇരിക്കുന്ന ഡയറക്ഷൻ ഒന്നും ഇവിടെ നോക്കേണ്ട ആവശ്യമില്ല. ഏതൊരു കാര്യമാണെങ്കിലും സൗത്ത് ഫേസിംഗ് ആയിട്ട് ഇരിക്കാതിരുന്നാൽ മാത്രം മതി. ബാക്കിയെല്ലാം നിങ്ങളുടെ പൂജാ റൂമിനനുസരിച്ച് ഇരിക്കാവുന്നതാണ്. ദീപം വെക്കേണ്ട ഡയറക്ഷൻ ഞാൻ പറഞ്ഞു. ഒരേ ഒരു ദീപം, ആദ്യത്തെ ദീപം ഈസ്റ്റിലേക്ക് വെക്കുക. അതിനുശേഷം അതിന് ചേർത്ത് ഒന്നിച്ച് പുറത്തേക്ക് നോക്കി വെച്ചാൽ മാത്രം മതി. നിവേദ്യമായിട്ടൊന്നും സമർപ്പിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു നാമമാണ് അവിടുത്തെ ഏറ്റവും പ്രാധാന്യം. പിന്നെ ആ സർക്കിൾ വരയ്ക്കുന്നതും ഉപ്പ് വെച്ച് ദീപം കൊളുത്തുന്നതും. ഈ ദീപം കൊളുത്തിയതിനു ശേഷം നമ്മുടെ പ്രശ്നം എന്താണോ സോൾവ് ആകേണ്ടത് ആ ഒരു പ്രശ്നം സോൾവായി കിട്ടണമെന്ന് പ്രപഞ്ചത്തിനോടും നമ്മുടെ ഇഷ്ട ദൈവങ്ങളോടും നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാണ്. അതിനുശേഷം വീണ്ടും 1-2 മിനിറ്റ് ഈ നാമം ചൊല്ലുക. ഇത്രയും മാത്രമേ ഉള്ളൂ. നെയ് തീരുമ്പോൾ ആ ദീപം അണഞ്ഞുകൊള്ളും. ഇനി എപ്പോഴാണ് ഇതൊക്കെ മാറ്റേണ്ടതെന്ന് പറഞ്ഞാൽ ബ്രഹ്മമുഹൂർത്തത്തിലാണ് ചെയ്യുന്നതെങ്കിൽ അടുത്ത ദിവസമാണ് ഇത് മാറ്റേണ്ടത്. ഇപ്പോൾ തലേ ദിവസം സന്ധ്യയ്ക്കാണ് ചെയ്യുന്നതെങ്കിൽ അടുത്ത ദിവസം തന്നെയാണ് മാറ്റേണ്ടത്. ആ ഒരു ദിവസം മുഴുവൻ അത് നമ്മൾ എവിടെയാണോ, പൂജാമുറിയിലാണെങ്കിൽ പൂജാമുറിയിൽ തന്നെ അവിടെ വെക്കുക. അടുത്ത ദിവസം എടുക്കാവുന്നതാണ്. മൺചിരാത് നമുക്ക് കഴുകി വീണ്ടും ഉപയോഗിക്കാം. ആ ഉപ്പ് നമുക്ക് വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെള്ളത്തിൽ അലിയിച്ച് കളയാവുന്നതാണ്. ഏതെങ്കിലും ചെടിയുടെ ചുവട്ടിൽ കൊണ്ടുപോയി കളഞ്ഞാൽ മതി. സാധാരണ നമ്മൾ ഉപ്പ് ദീപം കൊളുത്തുമ്പോൾ ഉപ്പ് വെള്ളത്തിൽ അലിയിച്ച് കളയുന്നത് പോലെ തന്നെ കളയാവുന്നതാണ്. ഇനി കുങ്കുമം കൊണ്ട് നമ്മളൊരു സർക്കിൾ വരച്ചിട്ടുണ്ട്. അത് ഒരു തുണി കൊണ്ട് തുടച്ച് മാറ്റാവുന്നതാണ്. വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ദീപ വഴിപാടാണ്. ഒരു പൗർണമിയിൽ ചെയ്യുമ്പോൾ തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു ദീപ വഴിപാടാണ്. ഇനിയിപ്പോൾ കുറച്ച് വലിയൊരു കാര്യമാണ്, വലിയൊരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ ചിലപ്പോൾ 1-ൽ കൂടുതൽ പ്രാവശ്യം ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ളപ്പോൾ ഒരു 3 തവണ നമ്മൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് 3 പൗർണമിയിൽ ചെയ്യാവുന്നതാണ്. വലിയ പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുന്നവരാണെങ്കിൽ ഒരു 5 പൗർണമിയിൽ ചെയ്യുമ്പോൾ തന്നെ അതിനുള്ളിൽ തന്നെ ആ ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ ലഭിക്കും. ഇനി ഇപ്രാവശ്യം നമുക്ക് ഓഗസ്റ്റ് 27-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 9 മണിക്കാണ് പൗർണമി തിഥി ആരംഭിക്കുന്നത്. വെള്ളിയാഴ്ച രാവിലെ 10 മണി വരെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിലാണ് ഈ ഒരു ദീപം കൊളുത്തേണ്ടത്. രാവിലെ കൊളുത്താൻ പറ്റാത്തവരാണെങ്കിൽ വ്യാഴാഴ്ച സന്ധ്യയ്ക്ക് സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപുള്ള 1 മണിക്കൂർ സമയത്ത് ഇത് ചെയ്യാവുന്നതാണ്. എപ്പോഴും ബ്രഹ്മമുഹൂർത്തത്തിൽ കൊളുത്തുന്നതിനാണ് ഫലം കൂടുതൽ. അതുകൊണ്ട് വെള്ളിയാഴ്ച രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ കൊളുത്തി പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക. ഈ ഒരു പൗർണമി മിസ്സായി പോയാൽ
ഇനി വരുന്ന ഏതൊരു പൗർണമിയിലും ചെയ്യാൻ സാധിക്കുന്ന ഒരു വഴിപാടാണിത്. ബ്രഹ്മമുഹൂർത്ത സമയത്ത് പൗർണമി തിഥി ഉണ്ടായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.